അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അറഫ ദിവസത്തെ സംബന്ധിച്ച് 8 കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായിട്ട് ഈ സന്ദർഭത്തിൽ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അറഫ ദിവസമെന്ന് പറയുന്നത് ഏറ്റവും പവിത്രമാക്കപ്പെട്ട, ഏറ്റവും ഇസ്ലാമിൽ പുണ്യം നേടാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ട ദിവസമാണ് അറഫ ദിവസം. സഹീഹുൽ ബുഖാരിയിൽ 45-ാമത്തെ വചനം, സഹീഹ് മുസ്ലിമിൽ 3017-ാമത്തെ വചനം. അതിൽ കാണാം, മഹാനായിട്ടുള്ള അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു യഹൂദ മതത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുകയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, ആയത്തുൻ ഫീ കിതാബിക്കും തഖറഊനഹാ ലൗ അലൈനാ മഅശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ പാരായണം ചെയ്യുന്ന നിങ്ങളുടെ ഗ്രന്ഥത്തിലെ ഒരു വചനം, അത് ഞങ്ങൾ യഹൂദ സമൂഹത്തിന്റെ മേലാണ് അവതരിച്ചിരുന്നതെങ്കിൽ ആ ദിവസത്തെ ഞങ്ങൾ ആഘോഷ ദിവസമായി സ്വീകരിക്കുമായിരുന്നു. മഹാനായിട്ടുള്ള അമീറുൽ മുഅ്മിനീൻ ചോദിച്ചു, അയ്യു ആയ, ഏതായത്താണ് എന്ന്. അപ്പോൾ സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം, 5-ാം അധ്യായം 3-ാം സൂക്തം, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്ന് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചുകൊണ്ട് എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ നിറവേറ്റി തന്നിരിക്കുന്നു, മതമായിട്ട് ഇസ്ലാമിനെ ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്നുള്ള വചനം അവതരിച്ചു എന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് അറഫ്നാ ദാലികൽ യൗം, ആ ദിവസം ഏതാണെന്ന് നമുക്കറിയാം. വൽ മകാൻ അല്ലദീ നസലത് ഫീഹി അലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മേൽ ആ വചനം അവതീർണമായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് നമുക്കറിയാം. അത് വഹുവ ഖായിമുൻ ബി അറഫ യൗമൽ ജുമുഅ, അറഫ ദിവസം അള്ളാഹുവിന്റെ റസൂല് അറഫയിൽ നിൽക്കുമ്പോഴാണ് ആ വചനം അവതീർണമായത്. അത് ഈ സംഭവം പഠിപ്പിക്കുന്നത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം അല്ലാഹു തആല പൂർത്തീകരിച്ച് അവന്റെ അനുഗ്രഹം ലോകത്തിന് നൽകി ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ട ആ ദിവസം അത് അറഫ ദിവസമാകുന്നു. സഹോദരങ്ങളെ, അറഫ ദിവസത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ നരകവാസികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ്. സഹീഹ് മുസ്ലിമിലെ 1348-ാമത്തെ വചനത്തിൽ കാണാം, അനായിഷ റളിയല്ലാഹു അൻഹാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅതികല്ലാഹു ഫീഹി അബ്ദൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിവസത്തെക്കാൾ അള്ളാഹു നരകവാസികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന മറ്റ് ഒരു ദിവസവുമില്ല. വ ഇന്നഹു ലയദ്നു, ആ ദിവസം അള്ളാഹു തീർച്ചയായും വളരെ അടുത്തു വരും. സുമ്മ യുബാഹി ബിഹിമുൽ മലായിക, പിന്നീട് ആ മനുഷ്യരെ സംബന്ധിച്ച്, ഹാജിമാരെ സംബന്ധിച്ച് മലായികത്തുകളോട് അഭിമാനം കൊള്ളും. ഫയഖൂലു മാ അറാദ ഹൗലായി, എന്താണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് അല്ലാഹു തആല ചോദിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അപ്പോ ഏറ്റവും കൂടുതൽ നരകവാസികളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം, അതുകൊണ്ട് നരകമോചനത്തിന് ഈ ദിവസം അറഫാ ദിവസം നമ്മൾ ഏറെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 3-ാമത്തെ ഒരു കാര്യം, മഹാനായ പ്രവാചകൻ പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, പ്രാർത്ഥനകളിലെ വെച്ച് ഏറ്റവും ഉത്തമമായത് അറഫാ ദിവസത്തെ പ്രാർത്ഥനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ പ്രാർത്ഥന അറഫാ ദിവസത്തിൽ ധാരാളമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ലാഹു തആല തൻ്റെ മലായികത്തുകളോട് അറഫാ ദിവസം വൈകുന്നേരം അറഫയിൽ സമ്മേളിച്ച ഹാജിമാരെ സംബന്ധിച്ച് അതുപോലെ അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ റഹ്മത്ത് തേടുന്ന, അള്ളാഹുവിനോട് പൊറുക്കലിന് തേടുന്ന ആളുകളെ സംബന്ധിച്ച് അഭിമാനം കൊള്ളുമെന്ന് ഒരു വചനത്തിൽ കാണാം. അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയാണ്, ഇന്നല്ലാഹ തആല യുബാഹി മലായികതഹു അശിയ്യത അറഫ ബി അഹ്ലി അറഫ, അറഫയിൽ സമ്മേളിച്ച ആളുകളെ കൊണ്ട് അറഫയുടെ ആ വൈകുന്നേരം തന്റെ മലായികത്തുകളോട് അഭിമാനം കൊള്ളും തീർച്ചയായും എന്നാണ്.
ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, ഉൻദുറു ഇലാ ഇബാദി അതൗനി ശഅസൻ ഗബറാ, എൻ്റെ ദാസന്മാരിലേക്ക് നിങ്ങൾ നോക്കൂ, അവർ മുടി ജടകുത്തി പൊടി പുരണ്ടാണ് വന്നിട്ടുള്ളത്. അഥവാ വളരെ വളരെ അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷീണങ്ങളും ത്യാഗങ്ങളും അനുഭവിച്ചാണ് അവർ വന്നിട്ടുള്ളത് എന്ന്. നിങ്ങൾ നോക്കൂ, ഈ ദിവസം, അറഫാ ദിവസം എന്ന് പറയുന്നത് ലോകത്തുള്ള സകല മനുഷ്യരുടെ ആത്മാക്കളിൽ നിന്നും അള്ളാഹു കരാറ് സ്വീകരിച്ച അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്, കാലു ബലാ ഷഹീദനാ, അതേ ഞങ്ങളതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ പറയപ്പെട്ട ദിവസം അറഫാ ദിവസമാണെന്നാണ് സൂറത്തുൽ അറാഫ് 172, 173 വചനങ്ങളിലെ അള്ളാഹു മനുഷ്യന്റെ ആത്മാക്കളിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ള ആ കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഈ ദിവസം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബുറൂജില് വലിയൗമിൽ മഷ്ഊദ് എന്ന് പറയുന്നത്, സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസം എന്ന് പറയുന്നത് അറഫാ ദിവസമാണെന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന വചനത്തിൽ കാണാം. അൽ യൗമുൽ മൗഊദ് യൗമുൽ ഖിയാമ വൽ യൗമുൽ മഷ്ഹൂദ് യൗമു അറഫ വശാഹിദു യൗമുൽ ജുമുഅ റവാഹു തിർമിദി. അപ്പോ യൗമുൽ മഷ്ഊദ് എന്ന് പറഞ്ഞാൽ അറഫാ ദിവസം. ഈ ദിവസം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യൗമു അറഫ വ യൗമുൻ നഹർ വ അയ്യാമുത് തശ്രീഖ് ഈദുനാ അഹ്ലുൽ ഇസ്ലാം. അറഫാ ദിവസം, അതുപോലെ അറവിന്റെ ദിവസം, അതുപോലെ അയ്യാമുത് തശ്രീഖ്, ഇതൊക്കെ മുസ്ലിം സമൂഹത്തിന്റെ ആഘോഷ ദിവസമാണെന്നാണ്. അറഫാ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ആഘോഷ ദിവസം എന്ന് പറഞ്ഞാൽ അന്ന് ആരാധനകളുമായി കഴിയണമെന്ന. ഹജ്ജിന് അറഫയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകൾ അവർ നോമ്പ് നോറ്റുകൂടാ. എന്നാൽ ഹജ്ജിന് പോകാത്ത ആളുകളുണ്ടല്ലോ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള വിശ്വാസികളായ മനുഷ്യർ അന്ന് നോമ്പെടുക്കണം. അതാണ് പ്രവാചകൻ അടുത്തതായിട്ട് പറഞ്ഞിട്ടുള്ളത്. 2 വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ്. പ്രവാചകനോട് ചോദിക്കപ്പെട്ടത് സുഇലാൻ സൗമി യൗമി അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടുന്ന. അറഫയിൽ എന്നാണോ ഹാജിമാര് സമ്മേളിക്കുന്നത്, അന്നാണ് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ അറഫ നോമ്പ് എന്നുള്ള ആ സുന്നത്ത് നോമ്പ്, 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ആ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കേണ്ടത് എന്ന് പ്രത്യേകമായി കൊണ്ട് മനസ്സിലാക്കുക. ഇങ്ങനെ ഈ കാര്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് ആത്മാർത്ഥമായി കൊണ്ട് അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് ഇസ്തിഗ്ഫാർ നടത്തി ഈ ദിനം ഏറെയേറെ പാപമോചന പ്രാർത്ഥനകൾ നടത്തി നമ്മൾ ഈ ദിവസം ധന്യമാക്കുക. നോമ്പനുഷ്ഠിക്കുക. ഹജ്ജിന് പോകാത്ത ആളുകൾ, ഹജ്ജിന് പോയിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് അറഫ ദിവസം ഹാജിമാര് അറഫയിൽ വെച്ച് ഉച്ച കഴിഞ്ഞത് മുതൽ സൂര്യാസ്തമനം വരെ ഒരു നിമിഷം പോലും പാഴാക്കാതെ നിരന്തരമായി കൊണ്ട് പ്രാർത്ഥനകളിൽ മുഴുകുക, ഇസ്തിഗ്ഫാറിലും തൗബയിലും മുഴുകുക. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.